മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരും. വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് യോഗം. റവന്യൂ, നിയമ, വഖഫ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഭൂമിയിൽ പ്രദേശവാസികൾക്കുള്ള റവന്യൂ അവകാശം എങ്ങനെ നൽകാം എന്നതാണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട. മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് ആരെയും ഇറക്കി വിടില്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് ചേരുകയാണ്. മുനമ്പത്തെ താമസക്കാർക്ക് ആശങ്ക വേണ്ട എന്നുള്ള ഉറപ്പ് സർക്കാർ നേരത്തെ തന്നെ നൽകിയതാണ്. ഒരാളെയും അവിടെ നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോകേണ്ടുന്ന സാഹചര്യം ഒരാൾക്കും ഉണ്ടാകില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉറപ്പ്. ഇതുമായി ബന്ധപ്പെട്ട നിയമവിഷയങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് 4 മണിക്ക് മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രദേശവാസികൾക്ക് റവന്യൂ അവകാശം എങ്ങനെ നൽകാം എന്നതാണ് യോഗത്തിൻ്റെ പ്രധാന അജണ്ട. ഷീജ ചേരുന്നു. ഷീജ, മുഖ്യമന്ത്രി ഇന്ന് യോഗം വിളിച്ചിരിക്കുന്നു. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഈ യോഗം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഷമ്മി, ഏതായാലും മുനമ്പം വിഷയം അതിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഉന്നതതല യോഗം ചേരുക. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ചേരുന്ന യോഗത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായിട്ടുള്ള, അതായത് വഖഫിൻ്റെ ചുമതലയുള്ള മന്ത്രി, അതിനൊപ്പം തന്നെ റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, വഖഫ് ബോർഡ് ചെയർമാൻ, ഇതിനു പുറമെ മറ്റു ഉദ്യോഗസ്ഥരടക്കമാണ് ഇന്നത്തെ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ വിഷയത്തെ വലിയ തോതിൽ വർഗീയവൽക്കരിക്കാനുള്ളൊരു നീക്കം പുറത്ത് നടക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. അതിനെ ശക്തമായ രീതിയിൽ തന്നെയാണ് സർക്കാർ വിമർശിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം അതിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പും ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രചരണവും അംഗീകരിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നതിനെതിരെ കടുത്ത ജാഗ്രത വേണം എന്നതൊക്കെ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ അവിടെയുള്ളവർക്ക്, ജനങ്ങൾക്ക് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. ആരെയും അവിടെ നിന്നും ഇറക്കി വിടുന്ന ഒരു നടപടി അത് അത്തരത്തിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിനെ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിലിപ്പോൾ ഇത്തരത്തിലൊരു അടിയന്തര ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത്. മന്ത്രി അബ്ദുറഹ്മാനും ഇന്ന് രാവിലെയും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും വ്യക്തമാക്കിയ കാര്യം അതാണ്. ആർക്കും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പ്രത്യേകിച്ചും നിലവിൽ ധാരാളം നിയമപ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. നിലവിൽ അവിടെ താമസിക്കുന്ന ഭൂരേഖ ഉള്ളവരെ സംരക്ഷിക്കാനുള്ള ശ്രമം അത് സർക്കാർ നടത്തുന്നതായിരിക്കും. താമസക്കാരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. പാവങ്ങളായ താമസക്കാരുടെ കാര്യത്തിൽ സർക്കാർ തീരുമാനം കൈക്കൊള്ളും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെയുള്ളവർ അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ പെട്ടുപോകേണ്ടതില്ല. അവരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നതുകൂടി വ്യക്തമാക്കുന്നു. ഏതായാലും വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല യോഗം ചേരുക. ആ യോഗത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുക. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.